ഭാരതം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പിൻവലിച്ചുകൊണ്ട് 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. Let us leave aside slogan. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponents. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപേ തന്നെ ഭാരതത്തിന്റെ ഭരണഘടനാ രൂപീകരണത്തിനായി പ്രത്യേക സഭ എന്ന ആവശ്യം ഉയർന്നിരുന്നു. 1946 ഡിസംബറിൽ ഭരണഘടനാ സഭ നിലവിൽ വന്നു. പിന്നീട് 3 വർഷത്തെ ശ്രമഫലമായാണ് ഭാരതത്തിന്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ദിവസങ്ങൾ നീണ്ട സമ്മേളനത്തിനൊടുവിൽ 1947 നവംബറിലാണ് ഭരണഘടനയുടെ ആദ്യ രൂപം സഭയിൽ അവതരിപ്പിച്ചത്. പിന്നീട് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1949 നവംബറിൽ ഭരണഘടനയുടെ കരടിന് സമിതി അംഗീകാരം നൽകി. 1950 ജനുവരി 24-നാണ് സഭയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചത്. 1950 ജനുവരി 26-ന് തന്നെ ഭാരതം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് പവിത്രമായ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. നവഭാരതത്തിന്റെ ആത്മാവ് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ഭരണഘടന നിയമപരമായി പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ ജനുവരി 26-ഉം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കാരണമായ പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപനം നടത്തിയ ജനുവരി 26 എന്ന തീയതി തന്നെ ഭരണഘടന പ്രാബല്യത്തിൽ വരുത്താൻ തെരഞ്ഞെടുത്തതും മറ്റൊരു പ്രത്യേകതയാണ്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. ഇതിനായി 1946 ഡിസംബർ 6-ന് വിവിധ പ്രവിശ്യകളിൽ നിന്നായി 389 അംഗങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഭരണഘടനാ അസംബ്ലിയുടെ അംഗബലം 299 കുറഞ്ഞു. തുടർച്ചയായ സമ്മേളനങ്ങൾക്ക് ശേഷം 1947 നവംബർ 4-ന് ഭരണഘടനയുടെ ആദ്യ രൂപം അസംബ്ലിയിൽ സമർപ്പിച്ചു. 76,000-ഓളം നിർദ്ദേശങ്ങൾ പരിശോധിച്ചും വിവിധ രാജ്യങ്ങളുടെ ഭരണഘടന വിലയിരുത്തി മികച്ച ആശയങ്ങൾ ഉൾക്കൊണ്ടും നീണ്ട ചർച്ചകൾക്കുമൊടുവിലാണ് ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമുള്ള ഭരണഘടനയുടെ കരട് രൂപം 1949 നവംബർ 26-ന് ഭരണഘടനാ സമിതി അംഗീകാരം നൽകി. ശേഷം 1950 ജനുവരി 26-ന് ഭാരതം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന നിയമപരമായി പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ രാഷ്ട്രപതിയായി ചുമതലയേറ്റു. ൽ പ്രാബല്യത്തിൽ വന്ന ഭരണഘടന കാലാനുസൃതമായ ഭേദഗതികളും മാറ്റങ്ങളും ഒപ്പം വെല്ലുവിളികൾ അതിജീവിച്ചുമാണ് ഭാരതത്തിന് വഴികാട്ടിയായി നിലകൊള്ളുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, ജനം.